എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായ സന്ധ്യ ചേച്ചിയാണ്. ചേച്ചിക്ക് എന്നേക്കാൾ 5 വയസ്സ് കൂടുതൽ വരും. ഈ കഥ നടക്കുന്ന ടൈമിൽ സന്ധ്യേച്ചി കല്യാണം കഴിഞ്ഞ് 2 വർഷമായി കാണും. ചേച്ചിയുടെ ഹസ് ദുബായിലായിരുന്നു. ചേച്ചി PSC പഠിക്കുകയായിരുന്നു. ചേച്ചി ദീപുവിൻ്റെ വീട്ടിലും ഹസിൻ്റെ വീട്ടിലുമായി മാറി മാറി നിൽക്കുകയായിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ പലപ്പോഴും ചേച്ചിയുടെ മുഖത്ത് അതിൻ്റെ വിഷമം ഞങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് 25 വയസ്സ് വരുമായിരുന്നു. ചെറിയ ട്യൂട്ടോറിയൽ പഠിപ്പും വീട്ടു ട്യൂഷനും ഒക്കെയായി കഴിഞ്ഞു വരുന്ന സമയം നമ്മൾ ദീപുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ചേച്ചി അവിടെ ഉണ്ടെങ്കിലും ഞങ്ങളോടൊന്നും മിണ്ടാറില്ല. ഞങ്ങൾ അവൻ്റെ കൂട്ടുകാരോട് പുറത്തു വെച്ച് കണ്ടതൊരു പരിചയഭാവം പോലും ചേച്ചി കാണിക്കാറില്ലായിരുന്നു. അത് ചേച്ചിയുടെ സ്വഭാവമായതിനാൽ ഞങ്ങളതിൽ പരാതിയും ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ കൊച്ചിയിൽ വെച്ച് എനിക്കൊരു PSC പരീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ സെൻറ്റർ തേവരയുള്ള സെൻറ്റ് ഹാർട്ട് കോളേജായിരുന്നു. അവിടെ തലേ ദിവസമേ പോയി പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഹാളിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പരിചയമുഖം ഞാൻ നോക്കിയപ്പോൾ അത് സന്ധ്യേച്ചിയായിരുന്നു. ഞാൻ അങ്ങനെ മിണ്ടാതെ ചെന്നപ്പോൾ ചേച്ചി എന്നോട് മിണ്ടി. എനിക്കിവിടെയായിരുന്നു പരീക്ഷ. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിലൊക്കെ ചേർത്തലയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ അവർ ചേർത്തല എന്നെ വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിന് പോകാനായി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതിനാൽ ആ ഓട്ടോയും കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ ഹാളിലിരുന്ന് പരീക്ഷ എഴുതിയ 2 പേർ ഒരു ഓട്ടോയിൽ കയറി. അവർ ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ അനുജനും ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 2 പേരും വാ എന്ന്. ഞങ്ങൾ ഓട്ടോയിൽ കയറുവാൻ നേരം ഞാൻ മുന്നിലിരിക്കുവാൻ ചെന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു പിന്നിലിരിക്കും, ഇവിടെ ഇരുന്നാൽ ഫൈൻ കിട്ടുമെന്ന്. ഞാൻ പിന്നിൽ ചെന്നു. 3 പേരും കഷ്ടിയിരിക്കാനല്ലേ ഓട്ടോയിൽ പറ്റുള്ളൂ. അങ്ങനെ ഞാനും മറ്റ് 2 പേരും ഇരുന്നു. ചേച്ചി എൻ്റെയും മറ്റൊരാളുടെയും കാലുകളിലിരുന്നു. ചേച്ചിയുടെ ചന്തയുടെ പതുപ്പിൻ്റെ സാധനം കമ്പിയാക്കി. കുറച്ച് നീങ്ങിയപ്പോൾ ചേച്ചി എൻ്റെ മടിയിൽ മാത്രമായിരുന്നു. അപ്പോൾ സൂക്ഷിച്ച് എൻ്റെ കമ്പിയായ കുട്ടൻ ചേച്ചിയുടെ ചന്തയുടെ ഗ്യാപ്പിൽ സ്ഥാനം ഉറപ്പിച്ചു. ചേച്ചി ഞെട്ടിമാറാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. പിന്നെ ചേച്ചി വല്ലാത്തൊരു അസ്വസ്ഥതയോടെ എൻ്റെ മടിയിലിരുന്നു. അപ്പോൾ എൻ്റെ ലഗാൻ ചേച്ചിയുടെ ചന്ത കുത്തി തുളയ്ക്കുകയായിരുന്നു. എൻ്റെ ഇടത് കൈയിൽ ചേർന്നാണ് ചേച്ചി ഇരുന്നത്. അപ്പോൾ ചേച്ചിയുടെ ശരീരം എൻ്റെ കൈകളും ചേച്ചിയുടെ ചന്തയുടെ കുന്നയിലുമായിരുന്നു. എൻ്റെ സമനില തെറ്റുകയായിരുന്നു. ഞാൻ ചേച്ചിയെ മെല്ലെ ഇടത് കൈ കൊണ്ട് എൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ചേച്ചി വേറൊരു നിവർത്തിയുമില്ല എന്നെ ചേർന്നിരുന്നു. എൻ്റെ മുഖം ചേച്ചിയുടെ കഴുത്തിന് പിന്നിൽ ചെറിയൊരു ഉമ്മ വെച്ച് ചേച്ചി പെട്ടെന്നൊന്ന് ഞെട്ടി. അപ്പോൾ നമ്മുടെ അപ്പുറത്തിരുന്നൊരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കും. ഞാൻ അവളെ നോക്കി മെല്ലെ കണ്ണുകളടച്ചു. അവൾ ചിരിച്ചു. അങ്ങനെ നമ്മൾ കൊച്ചി ബസ് സ്റ്റാൻഡിൽ എത്തി. ഞാൻ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തു. അപ്പോൾ മറ്റേ പെൺകുട്ടി അവരുടെ വിഹിതം എൻ്റെ നേർക്ക് നീട്ടി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോടായി സ്വകാര്യമായി പറഞ്ഞു നല്ലൊരു സവാരി ഞങ്ങൾ റെഡിയാക്കിയതിനാലാണോ എന്ന്. ഞാൻ ഒന്നും മിണ്ടാതെ ചോദിച്ചു. അപ്പോൾ അവൾ വീണ്ടും ആരും കേൾക്കാതെ പറഞ്ഞു ആ പാവത്തിനെ കുത്തിക്കൊന്നല്ലേ, നടക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അവളോട് പറ ഒരാൾ മാത്രമല്ല എല്ലാവർക്കും ആകാമെന്ന്. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വേണ്ടേ എന്ന് പറഞ്ഞ് ചിരിപ്പിരിഞ്ഞു. അപ്പോൾ സ്റ്റാൻഡിൽ കയറാൻ നേരം ചേച്ചി ചോദിച്ചു. ആ പെണ്ണെന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ പറയാമെന്ന്. ചേച്ചി ഉടനെ പറഞ്ഞ് നമ്മളൊരു ചായ കുടിക്കാം. ചേച്ചി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അധികാരത്തോടെ ചേച്ചിയെ പിടിച്ച് കടയിൽ കയറ്റി. ഞങ്ങളൊരു ചായ കുടിച്ചു. അപ്പോൾ ചേച്ചി ഇന്ന് കൂട്ടുകാരികളെ വിളിച്ച് ഞങ്ങളുടെ ബസ് കിടക്കുന്നു, നീ ലേറ്റ് ആകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നോളാം. എൻ്റെ അനുജൻ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ അവൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും നമ്മൾ കൊച്ചി വന്നു, കൊച്ചി കുറച്ച് കറങ്ങിയിട്ട് പോകാം. എന്താ? അപ്പോൾ ചേച്ചിക്ക് പറഞ്ഞു ശരിയാകില്ലേ, ലേറ്റ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത്, ദീപുവിൻ്റെ വീട്ടിലോ അതോ ഹസിൻ്റെ വീട്ടിലേക്കോ? അപ്പോൾ ചേച്ചി അതൊന്നും തീരുമാനിച്ചില്ല, നേരെ സൗകര്യം എവിടെയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. അപ്പോൾ ചേച്ചി സമ്മതിച്ചില്ല. ചേച്ചിയുടെ മനസ്സിൽ ആരെ സമ്മതമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചിക്ക് കൊച്ചിയിൽ എന്താ കാണാൻ ആഗ്രഹമെന്ന്. അപ്പോൾ പറഞ്ഞു വീഗാലാൻഡ് എന്ന്. ഇനി നാളെ നടക്കുമോ? ചേച്ചിക്ക് വേണമെങ്കിൽ നമുക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ അതും കണ്ടുപോകാം. അപ്പോൾ ചേച്ചി അയ്യോ എന്ന് നെടുവീർപ്പിട്ടെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ശരിയാകില്ല, നീ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ചേച്ചി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഞാൻ ചേച്ചിയുടെ പിന്നാലെ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന്. എന്നിട്ട് ചേച്ചി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറ്റി. ഞങ്ങളൊരു കസേരയിലിരുന്നു. ഞാൻ മെല്ലെ ചേച്ചിയുടെ ഒരു കൈപ്പത്തി എൻ്റെ കൈക്കുള്ളിൽ വെച്ച് മെല്ലെ തടവി. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൈ നോക്കി പറയാമെന്ന്. ചേച്ചിയുടെ കൈ ഞാൻ ദേഹത്തോട് ചേർത്ത് വെച്ചു. അപ്പോൾ ചേച്ചി ഒന്നും മിണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരുന്ന സ്ത്രീ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചേച്ചി മെല്ലെ കൈ തട്ടി മാറ്റി എൻ്റെ ചെവിയിൽ പറഞ്ഞു ആ പെണ്ണുപിള്ള നോക്കുന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ അവർ കണ്ടാൽ എന്താ, നമ്മളിപ്പോൾ കണ്ടാൽ അവരെയും ഭർത്താവുമാണെന്ന് പറയും. അപ്പോൾ ചേച്ചി മെല്ലെ അവർ പറഞ്ഞു അയ്യടി ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, എനിക്കൊരു ഭർത്താവ് ആയിക്കൂടെ? അപ്പോൾ ചേച്ചി ചിരിച്ചുകൊണ്ട് അയ്യോ ആകാമേ എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമ്മൾ ഇനി എന്തായാലും നാളെ വീഗാലാൻഡും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നിട്ട് ചേച്ചിയുടെ ഫോൺ മെല്ലെ വാങ്ങി ദീപുവിൻ്റെ വീട്ടിൽ ഡയൽ ചെയ്തു. അപ്പോൾ ചേച്ചി ചോദിച്ചു നീ എവിടെ വിളിക്കുന്നു? ഞാൻ പറഞ്ഞു ദീപുവിൻ്റെ വീട്ടിൽ. എന്നിട്ട് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് ഹസിൻ്റെ വീട്ടിൽ പോകുമെന്ന്. ചേച്ചി ഫോൺ കയ്യിൽ വാങ്ങി കട്ട് ചെയ്തു. അപ്പോൾ അമ്മ തിരിച്ച് വിളിച്ചു. അപ്പോൾ ചേച്ചി അയ്യോ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു.
അമ്മയോട് പറഞ്ഞു ഇന്ന് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോകും അമ്മേ, 2 ദിവസം കഴിഞ്ഞങ്ങ് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇനി ഹസിൻ്റെ വീട്ടിൽ വിളിച്ച് ദീപുവിൻ്റെ വീട്ടിലാണെന്ന് പറയുമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, വിളിക്കേണ്ട എന്ന്. ഇപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ തിരക്കില്ലേ? അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ അവിടെ നിന്നല്ലേ വന്നത്, പിന്നെ എന്നോട് ചോദിച്ചാൽ എന്താ നിൻ്റെ ഉദ്ദേശമെന്ന്. നമ്മൾ ഇനി എങ്ങനെ സ്റ്റേ ചെയ്യും? പോടാ, ഒന്നും ശരിയാകില്ല, നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ ചേച്ചിയുടെ ഹസിൻ്റെ ഫോണിൽ നിന്ന് ചേച്ചിയെ ആൻസർ ചെയ്തു. ചേച്ചി പറഞ്ഞു എക്സാം കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. പിന്നീട് പറഞ്ഞു ഞാനിന്ന് അങ്ങ് എൻ്റെ വീട്ടിൽ പോകും.